ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ബേസിക്സ് ഓഫ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്ന ടെക്സ്റ്റിലെ ചാപ്റ്റർ 15 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ 15 ടൈപ്സ് ഓഫ് സെൻറ്റൻസ് കാണാൻ കഴിയും. അതിൽ നമ്മൾ കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് പാർട്ട് 3 ആണ്. പാർട്ട് 1 നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് പഠിച്ചു. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് വരാവുന്ന അസർട്ടീവ്, ഇമ്പരേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി എന്നീ 4 തരം വാക്യങ്ങളെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചു. ആൻഡ് ഇൻ ദി സെക്കൻഡ് പാർട്ട് വി സ്റ്റഡിഡ് അബൌട്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. ദർ വി സ്റ്റഡിഡ് noun clause, adjectival clause and adverbial clause. And today we are going to learn compound sentence. So if you add 2 simple sentence using a conjunction, you can say that is a compound sentence. Okay. അപ്പോൾ സാധാരണ 2 സിമ്പിളായ സെൻറ്റൻസുകളെ നമ്മൾ ഒരു കോമ്പൗണ്ടിങ് കൺജങ്ഷൻ സോ എന്നോ എറ്റ് പോലൊക്കെയുള്ള കോമ്പൗണ്ടിങ് കൺജങ്ഷൻ ചേർത്തുകൊണ്ട് നമ്മൾ അവയെ കൂട്ടിച്ചേർക്കുകയാണെങ്കിലാണ് ആ ഒരു സെൻറ്റൻസിന് നമ്മൾ കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. സോ യു ഹാവ് എക്സാമ്പിൾസ് ബിലോ. It rained, so we stayed at home. It rained. മഴ പെയ്തു, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി തങ്ങി എന്നൊക്കെ അർത്ഥം പറയാം. He could not speak English, yet he managed to convey his ideas. അയാൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞില്ല, എന്നിട്ടും അയാൾക്ക് തൻ്റെ ആശയം വിനിമയം ചെയ്യാൻ കഴിഞ്ഞു. A sentence which has 2 or more independent clause and 1 or more subordinate clause is called compound complex sentence. ഇതേപോലെ 2 സിമ്പിളായ ഇൻഡിപെൻഡൻ്റ് ആയ സെൻറ്റൻസുകൾ ചേർന്നതിൻ്റെ കൂടെ ഒരു സബോർഡിനേറ്റ് ക്ലോസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതാണ് നമ്മൾ 4ാമത്തെ കാറ്റഗറിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. 4ാമത്തെ കാറ്റഗറി നമ്മൾ ആദ്യം പറഞ്ഞ ഭാഗത്ത് വന്നിട്ടില്ല, അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ചാപ്റ്റർ 12 നമ്മൾ ആ കാര്യം ചാപ്റ്റർ 13 നമ്മൾ ആ കാര്യം പറഞ്ഞത്. ഓക്കെ, ഒന്ന് നോക്കൂ. കോമ്പൗണ്ട് കോംപ്ലക്സിന് ഒരു എക്സാമ്പിൾ: ദേ കംപ്ലീറ്റഡ് ദ ഹൗസ് ആൻഡ് ഐ പെയിൻഡ് ഇറ്റ് ആസ് എ ക്വിക്ക്ലി ആസ് ഐ കുഡ്. അവർ ആ വർക്ക്, ആ ഒരു വീടിൻ്റെ വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ആ വീട് പെയിൻറ് ചെയ്തു എനിക്ക് കഴിയുന്നത്ര വേഗത്തിൽ. അവിടെ ഐ പെയിൻറ്റഡ് ഇറ്റ് ആസ് ക്വിക്ക്ലി ആസ് ഐ കുഡ് എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത്. സോ അടുത്ത് നോക്കിക്കോളൂ. ഫാദർ വാസ് ഇൻ ദ ഷോപ്പ് ആൻഡ് മദർ വാസ് ഇൻ ദ കിച്ചൺ വെൻ സംവൺ ഓപ്പൺഡ് ദ ഗേറ്റ് ആൻഡ് ടുക്ക് അവേ ദ ബൈസിക്കിൾ. ഇവിടെ ഫാദർ വാസ് ഇൻ ദ ഷോപ്പ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. മദർ വാസ് ഇൻ ദ കിച്ചൺ എന്ന് പറയുന്നത് മറ്റൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ 2 സിമ്പിൾ സെൻറ്റൻസ് ചേരുമ്പോൾ തന്നെ കോമ്പൗണ്ട് സെൻറ്റൻസ് ആയി. അതിൻ്റെ കൂടെ വെൻ സംവൺ ഓപ്പൺഡ് ദ ഗേറ്റ് ആൻഡ് ടുക്ക് അവേ ദ ബൈസിക്കിൾ, ആരോ ഗേറ്റ് തുറന്നു ബൈസിക്കിൾ അടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്ന ആ ഒരു ഭാഗം സബോർഡിനേറ്റ് ക്ലോസ് ആണ്. കൃത്യമായി പറഞ്ഞാൽ ആഡ്വർബിയൽ ക്ലോസ് ഓഫ് ടൈമാണ് ആ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, സോ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നമുക്കൊരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ് കിട്ടുക. നേരത്തെ പഠിച്ച പോലെ 2 സിമ്പിൾ സെൻറ്റൻസും അതിൻ്റെ കൂടെ ഒരു സബോർഡിനേറ്റ് ക്ലോസും പാടെ ചേരുമ്പോഴാണ് നമുക്ക് ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ലഭിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കോളൂ. Whenever he was free, he took up a pen, wrote something in his diary. എപ്പോഴൊക്കെ അവന് ഫ്രീ കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ അവൻ ഒരു പേനയെടുത്ത് തൻ്റെ ഡയറിയിൽ എന്തോ കുറിച്ച് വെച്ചു. ഇതും നേരത്തെ പറഞ്ഞ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്കാണ് പോവാനുള്ളത്. നോക്കിക്കോളൂ. ദ വേരിയസ് വേസ് ഓഫ് കമ്പൈനിങ് സെൻറ്റൻസുകൾ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ കൂട്ടിച്ചേർക്കാൻ കഴിയുക, അതിൻ്റെ വിവിധ രീതികളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ഹെഡിങ് കാണാൻ കഴിയും. 2 or more simple sentence into 1 simple sentence. 2 അതിലേറെയോ സിമ്പിൾ സെൻറ്റൻസുകളെ നമ്മൾ ഒരൊറ്റ സിമ്പിൾ സെൻറ്റൻസ് ആക്കി മാറ്റി എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം. 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഓരോ സിമ്പിൾ സെൻറ്റൻസിലും
ഒരു സബ്ജക്റ്റും ഒരു വെർബും വേറെ വേറെ ഉണ്ടായിരിക്കും. എന്നാൽ ഇവയെ നമ്മൾ ഒറ്റ സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റി എഴുതുമ്പോൾ ആകെ ഒരൊറ്റ സബ്ജക്റ്റും ഒരു വെർബും മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. ആ രൂപത്തിൽ മാറ്റി എഴുതുമ്പോൾ എന്തെല്ലാം മാറ്റം വരുത്തും? ഫസ്റ്റ് നമ്മൾ മാറ്റം വരുത്തുന്നത് by using a participle phrase. Present participle we studied about in the last lessons, and sometimes past participle. So present participle നമുക്കറിയാം വെർബിന്റെ കൂടെ ing യൂസ് ചെയ്ത് വരുന്നതാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ V3 ഫോമാണ്. അപ്പൊ ഇതിലേതൊരു ഫോം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ രണ്ട് സിമ്പിൾ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ സിമ്പിൾ സെന്റൻസുകളെ ചേർത്ത് ഒറ്റ സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റി എഴുതുക. നോക്കൂ നിങ്ങൾ, The young man was not satisfied with his salary. ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ആ യുവാവ് തൻ്റെ സാലറിയിൽ സംതൃപ്തനായിരുന്നില്ല. ഓക്കെ, ഹി റിസൈൻഡ് ഹിസ് ജോബ്. അയാൾ തൻ്റെ ജോലി റിസൈൻ ചെയ്തു, രാജിവെച്ചു. ഓക്കെ, ഇത് നിങ്ങൾ ഇവിടെ രണ്ട് വാക്യത്തിലും ഓരോ വാക്യത്തിലും ഓരോ സബ്ജക്റ്റും ഓരോ മെയിൻ വെർബും ഉണ്ട്. നമ്മൾ ഇത് രണ്ടിനെയും ഒരു പ്രസന്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവ രണ്ടിനെയും കമ്പൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം എങ്ങനെ കമ്പൈൻ ചെയ്യുക? നോട്ട് ബീയിങ് സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് സാലറി. അത് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് സാലറി എന്നാവാം. അപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് മാറ്റി എഴുതലാവും. ഇനി നോട്ട് ബീയിങ് സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് സാലറി എന്ന് ആവുമ്പോൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് മാറ്റി എഴുതലാവും. എന്തായാലും തൻ്റെ സാലറിയിൽ സംതൃപ്തനാവാതെ ദ യങ് മാൻ റിസൈൻഡ് ഹിസ് ജോബ്. ആ യുവാവ് തൻ്റെ ജോലി രാജിവെച്ചു. മനസ്സിലായില്ലേ? ഈ രൂപത്തിൽ മാറ്റം വരുത്താം. ഈ ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കൊണ്ടു, എങ്കിലേ ഒരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ. അടുത്ത എക്സാമ്പിൾ. ദ ചൈൽഡ് വാസ് ഫ്രൈറ്റൻഡ് ബൈ ദ നോയ്സ് ഓഫ് ദ ക്രാക്കേഴ്സ്. ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ വെടിമരുന്നൊക്കെ പൊട്ടിക്കുന്നവർ. സോ അവരുടെ ആ പടക്കത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് കുട്ടി ആകെ ഭയന്നു. ഓക്കെ, കുട്ടി ഭയന്നു പോയി. ഇറ്റ് ബിഗാൻ ടു ക്രൈ. അത് കരയാൻ ആരംഭിച്ചു. അപ്പോൾ രണ്ടും സിമ്പിൾ സെന്റൻസ് ആണ്. ഒന്നാക്കി മാറ്റാൻ പോകുമ്പോൾ ഫ്രൈറ്റൻഡ് ബൈ ദ നോയ്സ് ഓഫ് ദ ക്രാക്കേഴ്സ്. ക്രാക്കേഴ്സിന്റെ നോയ്സ് കേട്ട് ഭയന്നിട്ട് ദ ചൈൽഡ് ബിഗാൻ ടു ക്രൈ. കുട്ടി കരയുവാൻ ആരംഭിച്ചു. ഓക്കെ, മനസ്സിലാവുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ഫ്രൈറ്റൻ എന്ന് പറയുമ്പോൾ V3 ആണ്. നമ്മൾ ഫ്രൈറ്റൻ എന്ന വെർബിന്റെ V3 ഫോം യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെ നമ്മൾ ആ ഒരു രണ്ട് സിമ്പിൾ സെന്റൻസുകളെ ഒറ്റ സെന്റൻസ് ആക്കി മാറ്റി എഴുതിയത്. ഓക്കെ, നൗ ഫോർത്ത് നോക്കിക്കോളൂ. ഹി സോ ഹിസ് ഫാദർ കമ്മിങ്. തൻ്റെ അച്ഛൻ വരുന്നത് അയാൾ കണ്ടു. ഹി ബിഗാൻ ടു സ്റ്റഡി. അയാൾ പഠിക്കാൻ തുടങ്ങി. ഇതും നമ്മൾ ഇതേപോലെ ഒരു പ്രസന്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് മാറ്റിയതാണ്. സീയിങ് ഹിസ് ഫാദർ കമ്മിങ്. തൻ്റെ ഫാദർ വരുന്നത് കണ്ടുകൊണ്ട് ഹി ബിഗാൻ ടു സ്റ്റഡി. അയാൾ പഠിക്കാൻ തുടങ്ങി. ഇങ്ങനെയും പറയാം, അല്ലെങ്കിൽ ഓർ ഹാവിങ് സീൻ ഹിസ് ഫാദർ കമ്മിങ്. തൻ്റെ അച്ഛൻ വരുന്നത് കണ്ടിട്ട് ഹി ബിഗാൻ ടു സ്റ്റഡി. അയാൾ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ രണ്ടായാലും പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോമിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഇവിടെ ആ ഒരു സ്റ്റൈല് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫിഫ്ത്ത് നോക്കിക്കോളൂ. ദ ബോയ് സ്നാച്ച്ഡ് ദ ഓൾഡ് മാൻസ് അംബ്രല്ല. ആ ആൺകുട്ടി എന്താ പറയുക, വൃദ്ധനായ മനുഷ്യന്റെ അംബ്രല്ല അടിച്ചു മാറ്റി. ഹി റാൻ അവേ. അവൻ ഓടിപ്പോയി. അപ്പോൾ രണ്ടും കൂടി ചേർക്കുമ്പോൾ ഇങ്ങനെ പറയാം, സ്നാച്ചിങ് എവേ ദ ഓൾഡ് മാൻസ് അംബ്രല്ല. ആ വൃദ്ധനായ മനുഷ്യന്റെ അംബ്രല്ല അടിച്ചു മാറ്റിയിട്ട് ദ ബോയ് റാൻ അവേ. ആൺകുട്ടി ഓടിപ്പോയി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രൂപത്തിലേക്ക് നമുക്ക് ഇത് മാറ്റി എഴുതാൻ കഴിയും. ഓക്കെ, ഇനി അടുത്തത് ഒരു അബ്സല്യൂട്ട് കൺസ്ട്രക്ഷൻ ബൈ യൂസിങ് ആൻ അബ്സല്യൂട്ട് കൺസ്ട്രക്ഷൻ. സോ അബ്സല്യൂട്ട് കൺസ്ട്രക്ഷൻ എന്നൊരു ഫോം യൂസ് ചെയ്തുകൊണ്ടാണ്. എക്സാമ്പിളിൽ നിന്ന് ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇറ്റ് വാസ് എ റെയിനി ഡേ. അതൊരു മഴയുള്ള ദിവസമായിരുന്നു. ദ മാച്ച് വാസ് ക്യാൻസൽഡ്. മത്സരം ക്യാൻസൽ ചെയ്തു, റദ്ദാക്കി. ഇവിടെ നമ്മൾ ഇതേപോലെ ING ഫോമിനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇറ്റ് ബീയിങ് എ റെയിനി ഡേ. അന്നൊരു മഴയുള്ള ദിവസമായിരുന്നതിനാൽ ദ മാച്ച് വാസ് ക്യാൻസൽഡ്. മത്സരം ക്യാൻസൽ ചെയ്തു, റദ്ദ് ചെയ്തു, നിർത്തിവെച്ചു, പിന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ അർത്ഥം പറയാം. സോ ഇവിടെ ബീയിങ് എന്ന് പറയുമ്പോൾ ഒരു കാരണം കാണിക്കുന്ന അർത്ഥം കൂടി വന്നതായിട്ട് കാണാൻ കഴിയും. ബീയിങ് ആയ കാരണത്താൽ, അതായത് ഇറ്റ് ബീയിങ് എ റെയിനി ഡേ, അന്ന് മഴയായിരുന്നു എന്ന കാരണത്താൽ. ഓക്കെ,
ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ. അമിതാഭ് ബച്ചൻ ഈസ് എ ഫേമസ് ആക്ടർ, പീപ്പിൾ ഓണർ ഹിം. പിന്നെ അമിതാഭ് ബച്ചൻ ഫേമസ് ആയ ഒരു ആക്ടറാണ്, ജനങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്, മാനിക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ രൂപത്തിലേക്ക് മാറ്റി എഴുതുമ്പോൾ അമിതാഭ് ബച്ചൻ ബീയിങ് എ ഫേമസ് ആക്ടർ, അമിതാഭ് ബച്ചൻ വളരെ ഫേമസ് ആയ ഒരു ആക്ടർ ആയ കാരണത്താൽ പീപ്പിൾ ഓണർ ഹിം, ജനങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. നെക്സ്റ്റ്, ദ പ്രിൻസിപ്പാൾ ഗേവ് ഓർഡേഴ്സ്, പ്രിൻസിപ്പാള് ഓർഡർ നൽകി. ദ ടീച്ചർ ലെറ്റ് ഓഫ് ദ ക്ലാസ്, ടീച്ചേഴ്സ് ക്ലാസ് വിട്ടു. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കൂ, ഹാവിങ് എന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ട് മാറ്റി എഴുതിയേക്കാണ്. ദ പ്രിൻസിപ്പാൾ ഹാവിങ് ഗിവൻ ഓർഡേഴ്സ്, പ്രിൻസിപ്പാള് ഓർഡേഴ്സ് നൽകിയിട്ട്, ഓർഡർ നൽകിയിട്ട് ദ ടീച്ചേഴ്സ് ലെറ്റ് ഓഫ് ദ ക്ലാസ്സസ്, ടീച്ചേഴ്സ് എന്ത് ചെയ്തു, ക്ലാസ് ലെറ്റ് ഓഫ് ചെയ്തു. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ, ഫോർത്ത്. ദി ഓണം സീസൺ ബിഗാൻ, ഓണം സീസൺ ആരംഭിച്ചു. ദ റെയിൻസ് വേർ ഓവർ, മഴ തീരുകയും ചെയ്തു. ദ സ്ട്രീറ്റ്സ് മെർച്ചൻറ്റ് പുട്ട് അപ്പ് ദെയർ സ്റ്റോൾസ്, ഈ വഴിയോര കച്ചവടക്കാർ അവരുടെ സ്റ്റാളുകൾ ടെൻറ്റുകളിൽ പണിതു എന്ന് പറയേണ്ടത്. അപ്പം നോക്കൂ, നിങ്ങൾ അതിനെ ഇപ്രകാരം മാറ്റി കൊടുത്തിട്ടുണ്ട്. നോക്കൂ, എങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ടത്? ഓണം സീസൺ ഹാവിങ് ബിഗൺ, ഓണം സീസൺ എന്ത് ചെയ്തു, ആരംഭിച്ചിട്ട്. ആൻഡ് ദ റെയിൻസ് ബീയിങ് ഓവർ, മഴ തീർന്നു പോയതിനാൽ സ്ട്രീറ്റ് മെർച്ചൻസ്, വഴിയോര കച്ചവടക്കാർ പുട്ട് അപ്പ് ദെയർ സ്റ്റോൾ, അവരുടെ സ്റ്റാള് എന്ത് പണിതുയർത്തി. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഫിഫ്ത്തും ലാസ്റ്റ് എക്സാമ്പിൾ ആ ഭാഗത്ത്. ദ കോർപ്പറേഷൻ അപ്രൂവ്ഡ് ദ പ്ലാൻ, കോർപ്പറേഷൻ പ്ലാൻ അപ്രൂവ് ചെയ്തു. ഹി സ്റ്റാർട്ടഡ് ദി കൺസ്ട്രക്ഷൻ ഓഫ് ഹിസ് ഹൗസ്, അയാൾ തൻ്റെ വീടിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടും കൂടി ചേർത്തുകൊണ്ട് എങ്ങനെയാണ്? ദ കോർപ്പറേഷൻ ഹാവിങ് അപ്രൂവ്ഡ് ദ പ്ലാൻ, കോർപ്പറേഷൻ പ്ലാൻ അപ്രൂവ് ചെയ്തിട്ട് ഹി സ്റ്റാർട്ടഡ് ദി കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ്, അയാൾ വീടിൻ്റെ പണി തുടങ്ങി, ആരംഭിച്ചു. സോ ദിസ് കൈൻഡ് ഓഫ് സ്ട്രക്ചർ ഈസ് പോസിബിൾ വെൻ ദ ടു സെൻറ്റൻസ് ഹാവ് ഡിഫറെൻറ്റ് സബ്ജക്റ്റ്, രണ്ട് വാക്യങ്ങളിലും വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ വരുമ്പോഴാണ് ഈ ആബ്സല്യൂട്ട് കൺസ്ട്രക്ഷൻ ഏറെക്കുറെ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇൻഫിനിറ്റീവ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി ഇങ്ങനെയുള്ള വാക്യങ്ങളെ മാറ്റാം. എന്തായാലും നമുക്കറിയാം, ടു ഇൻഫിനിറ്റീവ് നമ്മൾ ഫസ്റ്റ് ലെസണിൽ പഠിച്ചതാണ്. ഓക്കെ, ഹി ഈസ് വെരി ഓൾഡ്, അയാൾ വളരെ വാർദ്ധക്യമുള്ളവനാണ്. ഹി കനോട്ട് വാക്ക്, അയാൾക്ക് നടക്കാൻ കഴിയില്ല. അപ്പോൾ അയാൾ വളരെ വൃദ്ധനാണ്, അതുകൊണ്ട് അയാൾ നടക്കാൻ കഴിയില്ല. സോ ആ ടു എന്ന പ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ വാചകമാക്കി മാറ്റി എഴുതിക്കണം. ഹി ഈസ് ടു ഓൾഡ് ടു വീക്ക്, നടക്കാൻ കഴിയാത്ത വണ്ണം അത്രയും വാർദ്ധക്യമുള്ളവനാണ് അയാൾ എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ഷീ ഈസ് വെരി സ്റ്റുപ്പിഡ്, ഷീ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, അവൾ വളരെ മണ്ടിയാണ്, അവൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സോ ഷീ ഈസ് ടു സ്റ്റുപ്പിഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, അത് മനസ്സിലാക്കാൻ കഴിയാത്ത വണ്ണം അത്രയും സ്റ്റുപ്പിഡാണ്, അത്രയും വിഡ്ഢിയാണ് അവൾ എന്നാണ് പറഞ്ഞത്. ഐ ഹേർഡ് അബൌട്ട് യുവർ മാരേജ്, നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് ഞാൻ കേട്ടു. ഐ വാസ് ഹാപ്പി ടു ഹിയർ അബൌട്ട് ഇറ്റ്, അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. അപ്പോൾ അത് എങ്ങനെ മാറ്റി എഴുതാം? ഐ വാസ് ഹാപ്പി ടു ഹിയർ അബൌട്ട് യുവർ മാരേജ്, കണ്ടോ, ഒറ്റവാക്യമായി മാറ്റി എഴുതി, പല വാക്കുകളും ഉപേക്ഷിച്ചു അവിടെ. ഐ വാസ് ഹാപ്പി ടു ഹിയർ അബൌട്ട് യുവർ മാരേജ്, നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായി. ഓക്കെ, ഇനി ഫോർത്ത്. ദ ഹിൽ ഈസ് വെരി ഹൈ, ഹില്ല് കുന്ന് വളരെ ഉയരത്തിലാണ്. യു വിൽ നോട്ട് ക്ലൈംബ് ഇറ്റ്, നിങ്ങൾക്കത് കയറാൻ നിങ്ങളത് കയറൂല. ഓക്കെ, അപ്പോൾ അവിടെ ടു ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാറ്റി എഴുതിക്കുന്നത് കാണാൻ പറ്റും. ദ ഹിൽ ഈസ് ടു ഹൈ ഫോർ യു ടു ക്ലൈംബ്, നിങ്ങൾക്ക് കയറാൻ കഴിയാത്ത വണ്ണം അത്രയും പിന്നെ ഉയരത്തിലാണ് കുന്നിൻ ചെരിവ് എന്നൊക്കെയാണ് അർത്ഥം പറയുക. ഓക്കെ, ഫിഫ്ത്ത്. ലാൻഡ് ഈസ് വെരി കോസ്റ്റ്ലി നവർ ഡേയ്സ്, ലാൻഡ് ഭൂമി ഇക്കാലത്തായിട്ട് വളരെ വില കൂടിയതാണ്. ദ കോമൺ മാൻ കനോട്ട് ബൈ ഇറ്റ്, സാധാരണക്കാരനായ മനുഷ്യൻ അത് വാങ്ങാൻ കഴിയില്ല. അപ്പം എങ്ങനെ നമുക്കിത് മാറ്റി എഴുതാം? നോക്കിക്കോളൂ. ലാൻഡ് ഈസ് ടു കോസ്റ്റ്ലി നവർ ഡേയ്സ് ഫോർ ദ കോമൺ മാൻ ടു ബൈ, അവിടെയും ടു ആണ്, പക്ഷെ രണ്ട് സബ്ജക്റ്റ് ആയപ്പോൾ എന്താ പറയുക, ടുവിൻ്റെ അടിയിലുള്ള വാക്കുകൾ എണ്ണം കൂടിയേ ഉള്ളൂ. ഒരു സാധാരണക്കാരനായ മനുഷ്യന് വാങ്ങാൻ കഴിയാത്ത വണ്ണം അത്രയും വില കൂടിയതാണ്, കോസ്റ്റ്ലിയാണ് ഭൂമി ഇക്കാലത്ത് എന്നാണ് ആ പറഞ്ഞ വാക്യത്തിൻ്റെ അർത്ഥം കേട്ടോ. ഈ ക്ലാസ്സുകൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോഴേ
ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ എന്ന് ഞാൻ വീണ്ടും വീണ്ടും അറിയിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഡിയിൽ പറയുന്നത് ബൈ യൂസിങ് എ പ്രൊനൗൺ ഓർ എ പ്രൊനൗൺ ഫ്രേസ്. ഒരു പ്രൊനൗണോ അല്ലെങ്കിൽ പ്രൊനൗൺ ഫ്രേസോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് വാക്യങ്ങളെ ഇങ്ങനെ കൂട്ടിച്ചേർക്കാം. ഓക്കെ, എങ്ങനെയാണത്? ഹി വാസ് വെരി റിച്ച്, ഹി വാസ് സ്റ്റിൽ ഗ്രീഡി. അയാൾ വളരെ ധനികനാണ്. ഹി വാസ് സ്റ്റിൽ, അയാൾ ഇപ്പോഴും എന്താ, ഗ്രീഡിയാണ്, അത്യാഗ്രഹമുള്ള ആളാണ്. അപ്പോൾ നമ്മൾ ആ വാക്കിനെ മാറ്റി ചെയ്താ ഡിസ്പൈറ്റ് ഹിസ് ബീയിങ് വെരി റിച്ച്. കണ്ടോ അവിടെ, ഡിസ്പൈറ്റ് ഹിസ് ബീയിങ് വെരി റിച്ച്, ഒരു നിങ്ങൾക്കറിയാം ഒരു പ്രൊനൗൺ ഫ്രേസാക്കി മാറ്റുകയാണ്. ഡിസ്പൈറ്റ് ഹിസ് ബീയിങ് വെരി റിച്ച് ഹി വാസ് ഗ്രീഡി. അയാൾ വളരെ ധനികനാണ്, എന്നിരുന്നാലും അയാൾ അത്യാഗ്രഹിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഹി ഈസ് എ ഡ്രമാറ്റിസ്റ്റ്, ഹി ഈസ് എൻ ആക്ടർ. അയാളൊരു നാടകൃത്താണ്, അയാളൊരു അഭിനേതാവുമാണ്. ബിസൈഡ്സ് ബീയിങ് എ ഡ്രാമാറ്റിസ്റ്റ്, ഒരു നാടകൃത്താണ് എന്നത് കൂടാതെ ഹീസ് എൻ ആക്ടർ, അയാളൊരു അഭിനേതാവ് കൂടിയാണ്. തേർഡ്, ദി ഗവൺമെന്റ് മെയ്ഡ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് പ്രൊപ്പഗാൻഡ. ഗവൺമെന്റ് ഒരുപാട് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ് ഹാവ് നോട്ട് കം ഡൗൺ. പക്ഷേ ഈ അവശ്യ സാധനങ്ങളുടെ വില, കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ അവശ്യ സാധനങ്ങളാണ്, അവശ്യ സാധനങ്ങളുടെ വില ഹാവ് നോട്ട് കം ഡൗൺ, താഴേക്ക് വന്നിട്ടില്ല. ഓക്കെ, കുറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ ഇതേപോലെ ഇൻസ്പൈറ്റ് ഓഫ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് പ്രൊപ്പഗൻഡ ബൈ ദ ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വളരെയധികം പ്രൊപ്പഗൻഡ, പ്രചാരണം ഉണ്ടായിരുന്നിട്ടും ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ്, ഈ അവശ്യ സാധനങ്ങളുടെ വില ഹാവ് നോട്ട് കം ഡൗൺ, താഴേക്ക് വന്നിട്ടില്ല. ഓക്കെ, ഇനി ഫോർത്ത്, ഐ വാണ്ട് ടു മീറ്റ് മിസ്റ്റർ രാംദാസ്. എനിക്ക് മിസ്റ്റർ രാംദാസിനെ കാണണം. ഹീസ് ദ പ്രിൻസിപ്പാൾ, അദ്ദേഹം പ്രിൻസിപ്പാളാണ്. ഇവിടെ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ രണ്ട് വാക്യത്തെയും കൂട്ടിച്ചേർക്കുന്നത്. ഐ വാണ്ട് ടു മീറ്റ് ദ പ്രിൻസിപ്പാൾ മിസ്റ്റർ രാംദാസ്. പ്രിൻസിപ്പാളായ മിസ്റ്റർ രാംദാസിനെ എനിക്ക് കാണണമെന്നുണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ഇത് റിപ്പീറ്റ് ചെയ്ത് കണ്ട് ഇങ്ങനെ കേൾക്കുമ്പോഴേ ഈ പ്രയോഗങ്ങൾ മനസ്സിലാവുള്ളൂ. ഇതൊക്കെ ഇംഗ്ലീഷിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഇംഗ്ലീഷിൽ പത്രങ്ങൾ വായിക്കുമ്പോഴും കഥ വായിക്കുമ്പോഴും നോവൽ വായിക്കുമ്പോഴും ലേഖനങ്ങൾ വായിക്കുമ്പോഴൊക്കെ തന്നെ ഇത്തരം സ്റ്റൈലുകൾ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയുകയും വേണം, എങ്കിലേ എന്താണ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ നോവലൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് ഇങ്ങനെ രണ്ട് വാക്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഒരു ആഡ്വേർബോ അതല്ലെങ്കിൽ ആഡ്വേർബിയൽ ഫ്രേസോ യൂസ് ചെയ്തുകൊണ്ടാണ്. സോ ഹി ഫേസ് ദ ഇന്റർവ്യൂ, ഹി വാസ് കോൺഫിഡൻറ്റ്. ഹി ഫേസ് ദ ഇന്റർവ്യൂ, അയാൾ ഇന്റർവ്യൂ ഫേസ് ചെയ്തു, അയാൾ വളരെയധികം ആത്മവിശ്വാസമുള്ള ആളാണ്. ഹി ഫേസ്ഡ് ദ ഇന്റർവ്യൂ കോൺഫിഡൻ്റ്ലി. കണ്ടോ, അവിടെ നമ്മൾ രണ്ടാമത്തെ ആ വാക്യത്തിലെ കോൺഫിഡൻറ്റ് ആഡ്വർബാക്കി മാറ്റി, കോൺഫിഡൻ്റ്ലി ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ രണ്ട് വാക്യത്തെയും കൂട്ടിച്ചേർത്തത്. നോക്കൂ, സെക്കൻഡ്, വി അറൈവ്ഡ് അറ്റ് സ്റ്റേഷൻ. ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ദ ട്രെയിൻ ലെഫ്റ്റ്, ട്രെയിൻ പോയിരുന്നു. ഇറ്റ് വാസ് അൺഫോർച്ചുനേറ്റ്, അത് ഞങ്ങളെ സംബന്ധിച്ച് അത് ദൗർഭാഗ്യകരമായി പോയിരുന്നു. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ അവർ അറൈവൽ ദ സ്റ്റേഷൻ. നിർഭാഗ്യവശാൽ ഞങ്ങൾ സ്റ്റേഷനിലെത്തുന്നതിന് മുമ്പേ ട്രെയിൻ സ്റ്റേഷൻ വിട്ടിരുന്നു. ഓക്കെ, ഇനി തേർഡ്, ദ മിനിസ്റ്റർ എസ്കേപ്ഡ്. മന്ത്രി രക്ഷപ്പെട്ടു. ഹി വാസ് ടാക്റ്റ്ഫുൾ. അദ്ദേഹം നല്ല നയതന്ത്ര ജ്ഞാനിയായിരുന്നു, നന്നായിട്ട് കൗശലങ്ങൾ ഉപയോഗിക്കുന്ന ആളായിരുന്നു. ദി മിനിസ്റ്റർ എസ്കേപ്ഡ് ടാക്റ്റ്ഫുള്ളി. വളരെ ടാക്റ്റ്ഫുള്ളി ആയിട്ട്, വളരെ സൂത്രത്തിൽ മിനിസ്റ്റർ രക്ഷപ്പെട്ടു. ഓക്കെ, നമുക്ക് രണ്ടോ അതിൽ കൂടുതലോ സിമ്പിൾ സെന്റൻസുകളെ ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആക്കി മാറ്റുകയാണ്. ഇവിടെ നമ്മൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, അതായത് ആൻഡ്, ഓർ, ബട്ട്, ആസ് വെൽ ആസ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ബോത്ത് ആൻഡ് പോലെയുള്ള കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് വാക്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് അത് ചേർക്കുന്നത് എന്നുള്ളത്. നോക്കിക്കോളൂ എല്ലാവരും. ഓക്കെ, സോ ഫസ്റ്റ്, ഹി ടുക്ക് ഹിസ് സപ്പർ, ഹി വെന്റ് ടു സ്ലീപ്പ്. അയാൾ അത്താഴം കഴിച്ചു, പിന്നെ ഉറങ്ങാൻ വേണ്ടി പോയി. ഹി ടുക്ക് ഹിസ് സപ്പർ ആൻഡ് വെന്റ് ടു സ്ലീപ്പ്. കണ്ടോ, ആൻഡ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വാക്യങ്ങളെ കൂട്ടിച്ചേർത്തേക്കണം. അയാൾ അത്താഴം കഴിച്ചു, പിന്നെ ഉറങ്ങാൻ വേണ്ടി പോയി. ഇനി വർക്ക് ഹാർഡ് യു വിൽ ഫെയിൽ. കഠിനമായി അധ്വാനിക്കൂ, നിങ്ങൾ പരാജയപ്പെടും. അവിടെ വർക്ക് ഹാർഡ്, കഠിനമായി അധ്വാനിക്കൂ, ഓർ അല്ലെങ്കിൽ യു ഫെയിൽ, നിങ്ങൾ പരാജയപ്പെടും. തേർഡ്, ഹീസ് പോവർ, ഹീസ് ഓണസ്റ്റ്. അയാൾ പാവപ്പെട്ടവനാണ്, അയാൾ സത്യസന്ധനുമാണ്.
അപ്പോൾ നോക്കൂ നിങ്ങൾ, ഹീസ് പൂവർ, അയാൾ പാവപ്പെട്ടവനാണ്, ബട്ട് ഹീസ് ഓണസ്റ്റ്, അയാൾ സത്യസന്ധനാണ്. ഓക്കെ, ഫോർത്ത്, ആനന്ദ് സ്റ്റഡീസ് വെൽ, ആനന്ദ് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഹി ഓൾസോ പ്ലേസ് വെൽ, അവൻ നന്നായി കളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിച്ചുകൊണ്ട് ആ വാക്യത്തെ നമ്മൾ കമ്പൈൻ ചെയ്യണം. ആനന്ദ് നോട്ട് ഓൺലി സ്റ്റഡീസ് വെൽ, ആനന്ദ് നന്നായി പഠിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ബട്ട് ഹി ഓൾസോ പ്ലേസ് ദ പിയാനോ വെൽ, പക്ഷേ ആനന്ദ് പിയാനോ നന്നായിട്ട് വായിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. ഇനി ഫിഫ്ത്ത്, ഷീ സിങ്സ് വെൽ, ഷീ പ്ലേസ് ദ വീണ, അവൾ നന്നായി പാടുന്നു മാത്രമല്ല അവൾ വീണ വായിക്കുകയും ചെയ്യുന്നുണ്ട്. ഷീ ബോത്ത് സിങ്സ് വെൽ ആൻഡ് പ്ലേസ് ദ വീണ, അവൾ നന്നായി പാടുകയും ചെയ്യുന്നുണ്ട്, വീണ വായിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സിക്സ്ത്, ഹീസ് എ ക്രിട്ടിക്, ഹീസ് എൻ ഒറേറ്റർ. പിന്നെ ഒറേറ്റർ എന്ന് പറഞ്ഞാൽ അർത്ഥം വാഗ്മി എന്നാണ് കേട്ടോ. നന്നായി പ്രസംഗിക്കുന്ന ആളെയാണ് നമ്മൾ ഒറേറ്റർ എന്ന് പറയുക. ഹീസ് എ ക്രിട്ടിക് ആസ് വെൽ ആസ് ആൻ ഒറേറ്റർ, അയാൾ നല്ലൊരു വിമർശകനാണ്, ഒരു വാഗ്മിയും കൂടിയാണ്. ഓക്കെ, നമ്മൾ ഇതേപോലെ തന്നെ ബൈ മീൻസ് ഓഫ് ഐദർ ഓർ, നെയ്തർ നോർ, ഓർ നോർ തുടങ്ങിയ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ യൂസ് ചെയ്തുകൊണ്ടും രണ്ട് വാക്യങ്ങളെ കൂട്ടിച്ചേർക്കും. യു ക്യാൻ ടേക്ക് റെസ്റ്റ്, യു ക്യാൻ ഗോ ടു കോളേജ്, നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ കോളേജിൽ പോകാം. യു ക്യാൻ ഐദർ ടേക്ക് റെസ്റ്റ് ഓർ ഗോ ടു കോളേജ്, നിങ്ങൾക്ക് ഒന്നുകിൽ ഇന്ന് റെസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ കോളേജിലേക്ക് പോവാം. ഹി ഡിഡ് നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ്, ഹി ഡിഡ് നോട്ട് ഇൻഫോം മീ ഓഫ് ദിസ് ഇനബിലിറ്റി, അയാൾ മീറ്റിങ്ങിന് സംബന്ധിച്ചില്ല, മാത്രമല്ല അയാളുടെ ഈ ഒരു കഴിവില്ലായ്മ, മീറ്റിങ്ങിന് സംബന്ധിക്കാൻ കഴിയാത്ത അവസ്ഥയെക്കുറിച്ച് എന്നെ അറിയിച്ചതുമില്ല. അപ്പോൾ നമ്മൾ രണ്ടും കൂടി ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? ഹി നെയ്തർ അറ്റൻഡ് ദ മീറ്റിംഗ് നോർ ഇൻഫോംഡ് മീ ഓഫ് ഹിസ് ഇനബിലിറ്റി, അയാൾ മീറ്റിങ്ങിന് വരാത്ത കാര്യം എന്നെ അറിയിച്ചതുമില്ല, വരാൻ കഴിയാത്ത അവസ്ഥയെക്കുറിച്ച് എന്നോട് പറഞ്ഞുമില്ല എന്നാണ് പറയേണ്ടത്. ഇനി അടുത്തത് ബൈ മീൻസ് ഓഫ്, യെറ്റ്, സ്റ്റിൽ, നെവർദലെസ്, വൈൽ, വെറസ്, ഇതൊക്കെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഐഡിയകളെ ചേർത്ത് പറയാൻ കഴിയും നോക്കിക്കോളൂ. ഷീ ഈസ് ലേസി, ഐ ഡോണ്ട് ഹേറ്റ് ഹർ, അവള് മടിച്ചിയാണ് പക്ഷെ ഞാൻ അവളെ വെറുക്കുന്നില്ല. ഷീ ഈസ് ലേസി, അവള് മടിയുള്ള ആളാണ്. നെവർദലെസ്, എന്നിരുന്നാലും ഐ ഡോണ്ട് ഹേറ്റ് ഹർ, ഞാൻ അവളെ വെറുക്കുന്നില്ല. ഹീ ഈസ് വെരി ഹാർഡ് വർക്കിംഗ്, സിസ്റ്റർ ഈസ് ലേസി, അയാൾ വളരെ കഠിനാധ്വാനിയാണ് എന്നാൽ അയാളുടെ സഹോദരി മടിച്ചിയാണ്. അപ്പോൾ ഹീ ഈസ് വെരി ഹാർഡ് വർക്കിംഗ് വെറാസ് ഹീ സിസ്റ്റർ ഈസ് ലേസി, അയാൾ വളരെ കഠിനാധ്വാനിയാണ്, ആ സമയത്ത് അയാളുടെ സഹോദരി ആവട്ടെ വളരെ മടിയത്തിയാണ്. ഓക്കെ, ലീല വാസ് ഡ്രസ്ഡ് ഇൻ ബ്രൗൺ, ഗീത വാസ് ഡ്രസ്ഡ് ഇൻ ബ്ലൂ. അപ്പോൾ ലീല ബ്രൗൺ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്, ലീലയാവട്ടെ ബ്ലൂ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. രണ്ടും പാടെ ചേർത്ത് നമ്മൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കിക്കോളൂ എല്ലാവരും. നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ ഈ ഒരു സ്റ്റൈല് വരും. എങ്ങനെ വരിക? ലീല വാസ് ഡ്രസ്ഡ് ഇൻ ബ്രൗൺ വൈൽ ഗീത വാസ് ഡ്രസ്ഡ് ഇൻ ബ്ലൂ. ലീല ബ്രൗൺ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത്, ആ സമയത്ത് ഗീത ബ്ലൂ ആണ് ധരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി 3 or more സിമ്പിൾ സെന്റൻസ് ഇൻറ്റു എ കോംപ്ലക്സ് സെന്റൻസ്. രണ്ടോ അതിലേറെയോ സിമ്പിൾ സെന്റൻസുകളെ നമ്മൾ ഒരൊറ്റ കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റിയതാണ്. അതായത് നമ്മളൊരു നൗൺ ക്ലോസ് യൂസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട്. ഒരു നൗൺ ക്ലോസ് യൂസ് ചെയ്തുകൊണ്ടാണ് മാറ്റിയിരുന്നത്. പ്രിയ ഈസ് പ്ലാനിങ് ടു ഡു റിസർച്ച്, പ്രിയ റിസർച്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഷീ ടെൽസ് മീ സോ, അവൾ അപ്രകാരം എന്നോട് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ മാറ്റി എഴുതാം? പ്രിയ ടെൽസ് മീ ദാറ്റ് ഷീ ഈസ് പ്ലാനിങ് ടു റിസർച്ച്, പ്രിയ താൻ റിസർച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. ഓക്കെ, ഹീ സെഡ് സംതിങ്, അയാൾ എന്തോ പറഞ്ഞു. ഇറ്റ് വാസ് നോട്ട് ക്ലിയർ, അത് വ്യക്തമായിരുന്നില്ല. വാട്ട് ഹീ സെഡ്, കണ്ടോ നൗൺ ക്ലോസ് വന്നത്. വാട്ട് ഹീ സെഡ് വാസ് നോട്ട് ക്ലിയർ, അയാൾ പറഞ്ഞ കാര്യം വ്യക്തമായിരുന്നില്ല. ഓക്കെ, ഹി വാസ് നോട്ട് എ ഫൂൾ, ഹി വാസ് എ ഫൂൾ, ഹി അഡ്മിറ്റഡ് ദാറ്റ്, അയാളൊരു വിഡ്ഢിയാണ്, അയാളെ കാര്യം അംഗീകരിച്ചു. ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി വാസ് എ ഫൂൾ, അതൊരു വിഡ്ഢിയാണ് എന്ന കാര്യം അയാൾ സമ്മതിച്ചു, അംഗീകരിച്ചു. ഇനി നമുക്ക് അഡ്ജക്റ്റീവ് ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ദിസ് ഈസ് ദ വയലിൻ, ഐ ബോട്ട് ദ വയലിൻ യെസ്റ്റർഡേ. അവിടെ നമ്മൾ വിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ടാമത്തെ ഭാഗത്തെ ഒരു അഡ്ജക്റ്റീവ് ക്ലോസ് ആക്കി മാറ്റാണ് ചെയ്യുന്നത്. നോക്കോളൂ നിങ്ങൾ.
ദിസ് ഈസ് ദ വയലിൻ വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ. കണ്ടോ? എ ബോയ് ബ്രോട്ട് യു ദ ലെറ്റർ യെസ്റ്റർഡേ. ഒരു ആൺകുട്ടി ഇന്നലെ നിങ്ങൾക്കൊരു കത്ത് കൊണ്ടുവന്നു. ഹീസ് മൈ നെവ്യൂ. അവൻ എൻ്റെ സഹോദരനാണ്. എങ്ങനെ മാറ്റി എഴുതാം? ദ ബോയ് ഹു ബ്രോട്ട് യു ദ ലെറ്റർ യെസ്റ്റർഡേ. ഇന്നലെ നിങ്ങൾക്ക് ലെറ്റർ കൊണ്ടുവന്ന ആ ആൺകുട്ടി ഈസ് മൈ നെവ്യൂ. എൻ്റെ അനന്തരവനാണ്. ഓക്കെ, ഇനി ഒരു ആഡ്വർബൽ ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കെന്നെ മാറ്റി എഴുതാം. എങ്ങനെയാണ്? വർക്ക് ഹാർഡ് യു വിൽ ഫെയിൽ. അവിടെ നമ്മൾ അൺലെസ്, നമ്മൾ ആഡ്വർബൽ ക്ലോസ് ഓഫ് കണ്ടീഷൻ നിങ്ങൾക്ക് മുമ്പത്തെ പാഠത്ത് പഠിച്ചത് ഓർമ്മ ഉണ്ടാവും. അൺലെസ് ആയിരുന്നു അവിടെ ആദ്യം ഉപയോഗിച്ചത്. ഓക്കെ, അൺലെസ് യു വർക്ക് ഹാർഡ് യു വിൽ ഫെയിൽ. നിങ്ങൾ കഠിനമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. ഓർ വർക്ക് ഹാർഡ് ലെസ്റ്റ് യു ഷുഡ് ഫെയിൽ. ലെസ്റ്റ് യു ഷുഡ് ഫെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യാത്ത പക്ഷം നിങ്ങൾ പരാജയപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹീ ഈസ് ഇൻ്റലിജൻറ്റ്, ഹീ ഈസ് ലേസി. അയാൾ ബുദ്ധിമാനാണ്, എന്നിരുന്നാലും അയാൾ മടിയനാണ്. ദൗ ഹീസ് ഇൻ്റലിജൻറ്റ്. അയാൾ ബുദ്ധിമാനാണ് എങ്കിൽ പോലും ഈസ് ലേസി. അയാൾ മടിയനാണ്. ഐ വെൻറ്റ് ടു സീ ഹിം. ഞാൻ അയാളെ കാണാൻ വേണ്ടി പോയി. ഹി വാസ് സ്ലീപ്പിംഗ് ദാറ്റ് ടൈം. അയാളെ സമയത്ത് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ വെൻ ഐ വെൻറ്റ് ടു സീ ഹിം, നമുക്കറിയാം ആഡ്വർബൽ ക്ലോസ് ഓഫ് ടൈമാണ് അവിടെ കൊടുത്തേക്കേണ്ടത്. വെൻ ഐ വെൻറ്റ് ടു സീ ഹിം, ഞാൻ അയാളെ കാണാൻ വേണ്ടി പോയ സമയത്ത് ഹി വാസ് സ്ലീപ്പിംഗ്. അയാൾ ഉറങ്ങുകയായിരുന്നു. ഓക്കെ, ഫോർത്ത്, ഹി വാസ് ഇൽ. അയാൾക്ക് അസുഖമാണ്. ഹി ഡിഡ് നോട്ട് ഗോ ടു കോളേജ്. അയാൾ കോളേജിൽ പോയില്ല. അയാൾക്ക് അസുഖമായിരുന്നു, അയാൾ കോളേജിൽ പോയില്ല. അവിടെ ആഡ്വർബൽ ക്ലോസ് ഓഫ് റീസൺ നമുക്കറിയാം. ആസ് ഹി വാസ് ഇൽ, അയാൾക്ക് അസുഖമായിരുന്നു എന്ന കാരണത്താൽ ഹി ഡിഡ് നോട്ട് ഗോ ടു കോളേജ്. അയാൾ കോളേജിലേക്ക് പോയില്ല. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ നോക്കിക്കോളൂ, ഫിഫ്ത്ത് വൺ, പ്രാക്ടീസ് വെൽ യു ക്യാൻ ബിക്കം അൻ ആത്ലറ്റ്. നന്നായി പ്രാക്ടീസ് ചെയ്തോളൂ, യു ക്യാൻ ബിക്കം അൻ ആത്ലറ്റ്. നിങ്ങൾക്കൊരു അത്ലറ്റായിട്ട്, നിങ്ങൾക്കൊരു കായിക അഭ്യാസിയായിട്ട് മാറുവാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മളവിടെ മറ്റൊരു ആഡ്വർബ് ക്ലോസ് ഓഫ് കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് നമ്മളത് മാറ്റിയിരിക്കേണ്ടത്. ഇഫ് യു പ്രാക്ടീസ് വെൽ, നിങ്ങൾക്ക് നന്നായി പ്രാക്ടീസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, യു ക്യാൻ ബിക്കം അൻ ആത്ലറ്റ്. നിങ്ങൾക്ക് നല്ലൊരു കായിക അഭ്യാസിയായിട്ട് മാറാൻ കഴിയും. ഓക്കെ, സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലെസൺ ആണ് ഇത്. എന്നാൽ വളരെ അഡ്വാൻസ്ഡും ആണ്. ഒരുപാട് പ്രാവശ്യം കേട്ട് ഈ സ്റ്റൈല് മനസ്സിലാക്കി നമ്മൾ യൂസ് ചെയ്യാനും പഠിക്കണം. എങ്കിലേ ഈ ഒരു ലെസൺ നിങ്ങൾക്ക് ഏറ്റവും ഫലവത്താവുകയുള്ളൂ. അഡ്വാൻസ്ഡ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ, ഇംഗ്ലീഷ് സ്ട്രക്ചർ, ഇതൊരു ഗ്രാമർ എന്ന് പറയാൻ വയ്യ. നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പറയാൻ വേണ്ടിയാണല്ലോ നമുക്ക് ഇംഗ്ലീഷ് സ്ട്രക്ചർ ആവശ്യമായി വരുന്നത്. അപ്പോൾ ആ സ്ട്രക്ചറിൻ്റെ യൂസേജിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതേസമയം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രയോഗങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഇതൊക്കെ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ട് വായിക്കുക, ലാംഗ്വേജ് നന്നായിട്ട് ഉൾക്കൊള്ളാൻ ഒരുങ്ങുക. ഓക്കെ, ഒരു സാക്രിഫൈസ് തന്നെയാണ് ലാംഗ്വേജ് നന്നായിട്ട് ഉൾക്കൊള്ളാൻ ഒരുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഫ്രീ വരുന്ന സമയങ്ങളൊക്കെ എൻജോയ്മെൻറ്റോ മറ്റോ യൂസ് ചെയ്യാതെ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഇവിടെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അതിൻ്റെ അർത്ഥത്തിൽ, അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ, തീഷ്ണതയിൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമുക്ക് ലൈഫിൽ ഇതുപോലുള്ള വാക്യങ്ങൾ പറയാനും കഴിയുള്ളൂ. ഓക്കെ, എന്തായാലും ഞാൻ ഈ ഒരു ലെസൺ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ താങ്ക് യു വെരി മച്ച്.